Hi children, I believe that you have seen the Kite Victor's class of the scholarship jacket. Now I am going to tell you a brief summary of the first 10 paragraph of the chapter The Scholarship Jacket. ഇന്ന് ഞാൻ ആദ്യമായിട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ 10 പാരഗ്രാഫുകളാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. അതിനൊരു സമ്മറിയാണ്. Martha Salinas was a great student who was in a Texas school. She was a good student and she was going to win the scholarship jacket. One day, she had a conversation between her teachers, Mr. Schmidt and Mr. Boone. Mr. Boone asked Mr. Schmidt to falsify Martha's records. Mr. Schmidt didn't agree to do it. He refused to do it and warned that he would resign. Next day, Principal asked Martha to come into his room and asked $15 for the scholarship jacket. Martha Salinas was totally broken. She went home to meet her grandfather because he was a rich man. Martha wanted to ask $15 to her grandfather. മാർത്ത എന്ന് പറയുന്നത് ഒരു കുട്ടിയായിരുന്നു. ടെക്സസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു നല്ലൊരു കുട്ടിയായിരുന്നു. നല്ലപോലെ പഠിക്കുമായിരുന്ന അവൾ ആ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുവാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മാർത്തയായിരുന്നു ആ സ്കൂളിലെ ടോപ്പ് സ്കോറർ. ഈ വർഷം കൂടെ മാർത്ത ടോപ്പ് സ്കോറർ ആയാൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് കിട്ടും. അതായിരുന്നു ആ സ്കൂളിലെ നിയമം. ഒരു ദിവസം PT ക്ലാസ്സിന് പോകവേ ട്രാക്ക് സ്യൂട്ട് എടുക്കാൻ മറന്ന മാർത്ത തിരിച്ചു വരികയും ക്ലാസ് റൂമിൽ വെച്ച് മാർത്തയുടെ തന്നെ അധ്യാപകരായ മിസ്റ്റർ ഷ്മിറ്റിൻ്റെയും മിസ്റ്റർ ബൂണിൻ്റെയും ഒരു സംഭാഷണം കേൾക്കുകയുണ്ടായി. മിസ്റ്റർ ബൂൺ മിസ്റ്റർ ഷ്മിറ്റിനോട് മാർത്തയുടെ റെക്കോർഡുകളൊക്കെ തിരുത്താൻ പറയുന്നു. മിസ്റ്റർ ബൂണിന് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ജോവാൻ എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടണമായിരുന്നു. അതായിരുന്നു മിസ്റ്റർ ബൂണിൻ്റെ ആവശ്യവും. കാരണം ജോവാൻ്റെ അച്ഛൻ ആ സ്കൂളിലെ തന്നെ ഒരു മെമ്പറും ഒരു ബോർഡ് മെമ്പറും ഒരു ധനികനുമായിരുന്നു. പക്ഷേ മിസ്റ്റർ ഷ്മിറ്റ് അങ്ങനെ ചെയ്യുവാൻ സമ്മതിച്ചില്ല. അയാൾ അങ്ങനെ ചെയ്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ സംഭവിച്ചാൽ അയാൾ ജോലിയിൽ നിന്ന് രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ പ്രിൻസിപ്പൽ മാർത്തയെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു. കാര്യം എന്തിനാണെന്ന് ഏറെക്കുറെ മനസ്സിലായ മാർത്ത പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് പോയി. പ്രിൻസിപ്പൽ മാർത്തയോട് $15 ഉണ്ടെങ്കിൽ മാത്രമേ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്ന് വിവരം അറിയിച്ചു. കാരണം ആ വർഷം സ്കൂളിൻ്റെ നിയമാവലിയിൽ അതിന് വേണ്ടിയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി. ഇത്രയും കാലം സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിരുന്നു. പക്ഷേ ആ വർഷം പോളിസി മാറിയതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ $15 കൊടുക്കേണ്ട അവസ്ഥ മാർത്തയ്ക്ക് ഉണ്ടായി. ഇതറിഞ്ഞ മാർത്ത വളരെയധികം ഷോക്കായി. തകർന്ന മാർത്ത നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ ഗ്രാൻഡ് ഫാദർ ഉണ്ട്. ഗ്രാൻഡ് ഫാദർ ഒരു നല്ലൊരു കൃഷിക്കാരാണ്. അദ്ദേഹത്തിന് ധാരാളം പണവും ഉണ്ടായിരുന്നു. മാർത്ത ഗ്രാൻഡ് ഫാദറിനോട് $15 ചോദിക്കുവാൻ വേണ്ടി പോയി. ഇതാണ് ആദ്യത്തെ 10 പാരഗ്രാഫുകളുടെ ഒരു ബ്രീഫ് സമ്മറി. Now I am going to tell you the summary of the paragraphs from 11 to 20. 11 മുതൽ 20 വരെയുള്ള പാരഗ്രാഫുകളുടെ ഒരു സമ്മറിയാണ് ഇനി പറയുവാൻ പോകുന്നത്. Martha Salinas went to the bean field to meet her grandfather. She asked earnestly for $15 for the scholarship jacket. But the grandfather didn't know anything about a scholarship jacket. She hurriedly explained what a scholarship jacket was. Hearing all this, grandfather asked the key remark that if they paid money for it,
then it wouldn't be a scholarship jacket, and he was not ready to pay the money. Martha became sad and cried for a long time. Next day, she went to the principal's office. He asked Martha about grandfather's decision. Martha, with a weary heart, informed the principal what his grandfather told her about the money. She said that if they had to pay money for the scholarship jacket, then it wouldn't be a scholarship jacket. മാർത്ത $15 കിട്ടുന്നതിനായി ഗ്രാൻഡ് ഫാദറിനെ സമീപിക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹം പയർ പാടത്തിൽ കളകളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർത്ത നേരെ അങ്ങോട്ടാണ് പോയത്. മാർത്ത $15 വേണ്ടി മുത്തശ്ശനോട് ചോദിച്ചു. പക്ഷേ ഗ്രാൻഡ് ഫാദർ ഒരു സാധാരണ ഒരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താണെന്ന് അറിയുമായിരുന്നില്ല. അപ്പോൾ മാർത്തയ്ക്ക് ഒരു പ്രതീക്ഷ തോന്നിയതിനാൽ അദ്ദേഹത്തിനോട് മാർത്ത വിവരിച്ചു കൊടുത്തു എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ള വസ്തുത. ഇതെല്ലാം കേട്ടതിന് ശേഷം ഗ്രാൻഡ് ഫാദർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി അവർ പൈസ മുടക്കിയാൽ പിന്നെ അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല എന്ന സത്യസന്ധമായ വസ്തുത ഗ്രാൻഡ് ഫാദർ മാർത്തയോട് പറഞ്ഞു. അദ്ദേഹം പണം നൽകുവാനും തയ്യാറായിരുന്നില്ല. ഇത് കേട്ടപാടെ മാർത്ത വളരെയധികം ദുഃഖിക്കുകയും വീട്ടിൽ ഒരുപാട് നേരം കരയുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ മാർത്ത നേരെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് പോയി. അവിടെ പ്രിൻസിപ്പൽ മാർത്തയോട് ഗ്രാൻഡ് ഫാദറിൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ള ചോദ്യം ഉണ്ടായി. മാർത്ത വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു ഗ്രാൻഡ് ഫാദർ പണം നൽകുവാൻ തയ്യാറല്ല എന്നും. ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് അതേ കാര്യം തന്നെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു. എന്തായിരുന്നു അത്? സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി പൈസ മുടക്കിയാൽ പിന്നെ അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല എന്ന വസ്തുത പ്രിൻസിപ്പലിനെ മാർത്ത അറിയിച്ചു. We shall continue. Saying this, Martha was ready to leave, but the principal asked her to stay. With anxiety, he declared that Martha would get her scholarship jacket. Martha couldn't believe her ears and she wanted to jump and scream in extreme happiness. She cried at the end of the hall. Mr. Schmidt, with a naughty expression, asked her about getting the scholarship jacket. Without answering, she gave a quick hug and went back home. She was crying again, but this time it was because she was happy. She went to the fields and she helped her grandfather in pulling the weeds. She informed him the principal was going to make an exception in the law for her to get the scholarship jacket. Grandfather patted on her shoulder and asked her to help the grandmother. She went back home whistling some music. മുത്തശ്ശൻ പണം കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആ മുറി വിട്ട് പോകുവാൻ മാർത്ത തുടങ്ങവേ പ്രിൻസിപ്പൽ അവളോട് അവിടെ നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. ചുണ്ടുകൾ കടിച്ചുകൊണ്ട് ആകാംക്ഷയോടുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും. മാർത്തയ്ക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവൾക്കവിടെ ചാടുവാനും ഉറക്കെ നിലവിളിക്കുവാനൊക്കെ തോന്നി. കാരണം അവൾ അതീവ സന്തോഷവതിയായിരുന്നു. അവൾ പുറത്തിറങ്ങി ഹാളിൻ്റെ അറ്റത്ത് കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി വാദിച്ച മിസ്റ്റർ ഷ്മിറ്റിനെ കണ്ടു. ഒരു കുസൃതി ഭാവത്തോടുകൂടി അദ്ദേഹം മാർത്തയോട് സ്കോളർഷിപ്പ് ജാക്കറ്റിനെ കുറിച്ച് ചോദിച്ചു. മറുപടിയൊന്നും പറയാതെ മാർത്ത മിസ്റ്റർ ഷ്മിറ്റിനെ കെട്ടിപ്പിടിക്കുകയും
തുടർന്ന് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിലേക്ക് പോകുന്ന വഴിയും അവൾ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് സന്തോഷം കൊണ്ടായിരുന്നുവെന്ന് മാത്രം. വീട്ടിൽ ചെന്ന ഉടനെ അവൾ ബീൻ പാടത്തിലേക്ക് പോവുകയും അവളുടെ മുത്തശ്ശനെ കളകൾ പറിക്കുന്നതിൽ സഹായിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ മുത്തശ്ശനോട് പറഞ്ഞു, പ്രിൻസിപ്പൽ അവൾക്ക് വേണ്ടി നിയമത്തിൽ ചെറിയ ഭേദഗതി വരുത്തുവാനും തുടർന്ന് സ്കോളർഷിപ്പ് ജാക്കറ്റ് നൽകുവാനും തീരുമാനിച്ച കാര്യം അവൾ മുത്തശ്ശനെ അറിയിച്ചു. മുത്തശ്ശൻ മാർത്തയുടെ തോളിൽ തട്ടുകയും മാർത്തയോട് മുത്തശ്ശിയെ സഹായിക്കുവാൻ പറയുകയും ചെയ്തു. തുടർന്ന് മാർത്ത വീട്ടിലേക്ക് ചില മൂളിപ്പാട്ടുകൾ പാടിക്കൊണ്ട് സന്തോഷവതിയായി നടന്നു നീങ്ങി. ഹായ്. Now I have discussed the summary of the chapter. Now I am going to tell you the probable discourse questions that can be asked in the examination. നമ്മൾ ഇനി പറയാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ ഒരു വിശകലനം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് നറേഷൻ. Narration is the detailed description of the events that happened. It can be either first person narrative or a third person narrative. നറേഷൻ എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ വിവരണം എന്നാണ്. അത് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആകാം. അതായത് മാർത്തയുടെ കഥ മറ്റൊരാളോട് പറഞ്ഞാൽ അവിടെ ഐ എന്നായിരിക്കും ഉപയോഗിക്കുക. മാർത്ത പോയി എന്നുള്ളത് പറയുന്നുണ്ടോ ഞാൻ പോയി എന്നായിരിക്കും മാർത്ത പറയുന്നതായിട്ട് നമ്മൾ പറയേണ്ടി വരും. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്. ഐ മെറ്റ് ദ പ്രിൻസിപ്പൽ, ഐ ആസ്ക്ഡ് ദ ഗ്രാൻഡ് ഫാദർ എന്നിങ്ങനെ രീതിയിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിനെ ഉപയോഗിക്കുന്നു. ബട്ട് തേർഡ് പേഴ്സൺ നറേറ്റീവ് ഡിഫറെൻറ്റ്. ഇഫ് എ തേർഡ് പേഴ്സൺ മൂന്നാമതൊരു വ്യക്തി മാർത്തയുടെ ഈ കഥകൾ ഒരാളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ദാറ്റ് ഈസ് എ തേർഡ് പേഴ്സൺ നറേറ്റീവ്. അവിടെ മാർത്ത സെലിനാസിന് പകരമായിട്ട് ഷീന്നോ അല്ലെങ്കിൽ മാർത്ത എന്നോ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നറേറ്റ് ചെയ്യാം സംഭവങ്ങളെ. നെക്സ്റ്റ് ഈസ് റൈറ്റപ്പ്. റൈറ്റപ്പ് മീൻസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ആർട്ടിക്കിൾ. യു ആർ റൈറ്റിംഗ് സംതിങ് അബൌട്ട് എ ടോപ്പിക്. ഒരു വിഷയം തരും, ആ വിഷയത്തെ ആധാരമാക്കി നിങ്ങളൊരു റൈറ്റപ്പ് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ലെറ്റർ. Letter is also an important question. Here you can expect two types of questions. Martha is writing a letter. മാർത്ത കത്തെഴുതുന്നു. അത് ആർക്ക് വേണമെങ്കിലും ആകാം, മിസ്റ്റർ സ്മിത്തിനാകാം, അല്ലെങ്കിൽ മാർത്തയുടെ തന്നെ ഒരു സുഹൃത്തിനൊരു കത്തെഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. അനദർ പോസിബിലിറ്റി ഈസ് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു മാർത്ത. നിങ്ങൾ മാർത്തയ്ക്കൊരു കത്തെഴുതുന്നു. കാരണം മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റൊക്കെ കിട്ടി. അപ്പം നിങ്ങൾ ഈ കഥ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ വായിക്കുന്നു. അപ്പം നിങ്ങൾ മാർത്തയ്ക്കൊരു കത്തെഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതാണ് ചോദ്യം. യു ഹാവ് ഹേർഡ് ഹെർ സ്റ്റോറി ആൻഡ് യു ആർ ഗോയിങ് ടു റൈറ്റ് എ ലെറ്റർ ടു മാർത്ത. പ്രിപ്പയർ എ ലൈക്ലി ലെറ്റർ. യു ആർ റൈറ്റിംഗ്, നിങ്ങളാണ് കത്തെഴുതുന്നത്. ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. അനദർ തിങ് ഈസ് ഡയറി. ഡയറി രണ്ട് രീതിയിൽ എഴുതാം. ബിക്കോസ് മാർത്ത വാസ് സാഡ് അറ്റ് ഫസ്റ്റ്. മാർത്തയ്ക്ക് ആദ്യം വിഷമമായിരുന്നുണ്ട്. കാരണം സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ പൈസ $15 കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാർത്തയ്ക്ക് വിഷമം ഉണ്ടായി. അതൊരു ചോദ്യമാകാം. മാർത്ത ഈസ് സാഡ് ആഫ്റ്റർ മീറ്റിംഗ് പ്രിൻസിപ്പൽ. മാർത്തയ്ക്ക് വിഷമമുണ്ട്. അപ്പം അന്ന് രാത്രി ഒരു ഡയറി എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നതൊരു ചോദ്യമാണ്. മാർത്ത ഈസ് ഹാപ്പി ആഫ്റ്റർ ഗെറ്റിംഗ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയതിന് ശേഷം വളരെ ഹാപ്പിയായി. അപ്പം അന്ന് രാത്രി മാർത്ത ഒരു ഡയറി എഴുതുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് പലതവണ പബ്ലിക് എക്സാമിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്.
Character sketch of Martha and a character sketch of grandfather. Both are important. കാരണം മാർത്തയെ പോലെ തന്നെ ആ പാഠത്തിലൊരു ശക്തമായൊരു കഥാപാത്രമാണ് ഗ്രാൻഡ് ഫാദർ. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നെക്സ്റ്റ് ഈസ് സ്പീച്ച്, പ്രസംഗം. രണ്ട് രീതിയിൽ ആകാം, ഒന്നുകിൽ മാർത്തയുടെ സ്പീച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീച്ച്. മാർത്തയുടെ സ്പീച്ച് എന്ന് പറയുമ്പോൾ മാർത്ത ഹാസ് വോൺ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് and she is the valedictorian. So she is going to deliver a speech. Prepare a likely speech. Or another question is, you are going to make a speech when your school is going to give a reception to Martha, and as an English club secretary you are going to prepare a speech to welcome Martha. Prepare a likely speech. Your school is going to give a reception to Martha after winning the scholarship jacket. As the English club secretary, you are going to make a notice of the program. Prepare a likely notice. അപ്പം നിങ്ങളുടെ സ്കൂളിൽ മാർത്തയ്ക്കൊരു സ്വീകരണം നൽകുന്നു, കാരണം മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി. അപ്പോൾ നിങ്ങളാണ് സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറി എങ്കിൽ ഒരു നോട്ടീസ് തയ്യാറാക്കുക. ആ രീതിയിലൊരു ചോദ്യം ഈ പാഠഭാഗത്തിൽ നിന്ന് വരാം. Martha's achievement has appeared in several newspapers. Prepare a likely news report. Last question can be questionnaire or interview. You are going to interview Martha. Prepare 6 questions. അപ്പം നിങ്ങൾ മാർത്തയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ മാർത്തയോട് ചോദിക്കാൻ വേണ്ടി ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നു. 5 or 6 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ആ രീതിയിലുള്ള ചോദ്യവും വരാം. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ.